സാമ്പിള് തന്നെ ഹിസ്ബുള്ളയ്ക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല. ഇറാനാണെങ്കിൽ നെട്ടോട്ടത്തിൽ. പിന്നെ പറയാനുണ്ടോ? ടൈറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കണ്ണൻ പള്ളിയലി ഓക്കെ. സുഖാണ് നന്നായി പോകുന്നു. വിഷയത്തിലേക്ക് തന്നെ വരാം. ടൈറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ദേശീയ മാധ്യമങ്ങൾ മുഴുവനും ചർച്ചയ്ക്കെടുക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. ഈ പേജർ പൊട്ടിത്തെറിക്കുന്നതിന് തൊട്ടു മുമ്പ് പേജറിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു, ഒരു അലേർട്ട്, ബീപ്പ് എന്നൊരു ശബ്ദം. എന്തായിരുന്നു ഈ ബീപ്പ് ശബ്ദം? എന്തായിരുന്നു അവർ അലേർട്ട് നൽകിയത്? അതുകൊണ്ടാണ് ഞാനൊരു ട്രോൾ ഉണ്ടാക്കി. ഇരുമ്പ് ജെട്ടിയിടൂ, 72 ഹൂറികൾ വെയിറ്റിംഗിലാണ്. മരണമണി മുഴക്കണ്ടേ? അപ്പോ ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ പറ്റും. അതിനുള്ള ക്വാളിറ്റി ഉണ്ട്, കഴിവുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അതിനെതിരെ ഏത് UN വന്നാലും ശരി, തിരിച്ചടിച്ചിരിക്കും. ഇത് സാമ്പിളാണെന്ന് പറയാൻ കാരണമുണ്ട്. വെറും ഒരു കാൽക്കുലേറ്ററിന്റെ പോലും വലിപ്പമില്ലാത്ത ഒരു പേജർ ഇവരുടെ കൈവെള്ളയിൽ, ഇവരുടെ പോക്കറ്റിൽ, അങ്ങനെ ഇവരുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചെറിയ സാധനം, ഒരു വയർലെസ് സംവിധാനം. ഇതിനകത്ത് മൊസാദിന്റെ കൈകടത്തലുകൾ ഉണ്ടാകാൻ സാധിക്കുമെങ്കിൽ മൊസാദ് ആരാ മക്കള്? ജൂതൻ ലിംഗം കൊണ്ടും ഹൃദയം കൊണ്ടും ചിന്തിക്കുന്നവരല്ല. ജൂതൻ തലച്ചോർ ഉപയോഗപ്പെടുത്തുന്നവനാണ്. ആ ജൂതന്റെ തലച്ചോറാണ് നമ്മൾ ഇട്ടിരിക്കുന്ന ഉടുപ്പിന്റെ ബട്ടൺസ് വരെ. ആ ജൂതൻ കണ്ടുപിടിച്ച, അവരുടെ തലച്ചോർ ഉപയോഗപ്പെടുത്തിയ എല്ലാ ടെക്നോളജിയും ഉപയോഗിച്ചിട്ട് ആ ജൂതന്റെ തന്തയ്ക്ക് വിളിക്കാനും അവൻ നശിച്ച് പണ്ടാരമടങ്ങിപ്പോകണേന്ന് പ്രാഗി കൊല്ലാനും അതേ മീഡിയ തന്നെ ഉപയോഗിക്കുന്ന ആളുകളുടെ തല എന്താ? ജൂതൻ ആരെയും നശിപ്പിക്കുന്നതിന് വേണ്ടിയല്ല ഓരോന്ന് ചെയ്യുന്നത്. അവർക്ക് നിലനിൽക്കാനാ. അവർക്കും ഈ രാജ്യത്ത് ജീവിച്ചു പോകണ്ടേ? അവർ തരിശായ മരുഭൂമിയെ ഫലഭൂയിഷ്ടമായ മണ്ണാക്കി കഠിനാധ്വാനത്തിലൂടെയാണ് അവർ ആ രൂപത്തിലാക്കി എടുക്കുന്നത്. അത് കണ്ടിട്ട് അസൂയ പൂണ്ട് 6-ാം നൂറ്റാണ്ടിൽ ഞങ്ങളുടെ നബി ഞങ്ങളെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ മെക്കിട്ട് കയറാൻ പോയ മക്കളെ അനിക്സ്പ്രേയുടെ പരസ്യം പോലെ ആയി പോകും. അതല്ലേ വെൽക്കം മോദിച്ച്? അതല്ലേ ഇപ്പോ ഇസ്രയേലിന്റെ ഭക്ഷണം കഴിച്ച്, ഇസ്രയേലിൽ ജോലി ചെയ്ത്, അവരുടെ അന്നവും തിന്ന്, അവരുടെ ഇന്റർനെറ്റും വൈദ്യുതിയും എല്ലാം ഉപയോഗിച്ചിട്ട് അവരുടെ മെക്കിട്ട് കയറാൻ പോയതാ പലസ്തീനികള്. ഗാസക്കിട്ട് പണിയും കിട്ടി. എന്തിനു കയറി പോയതാ? കഴപ്പെടുത്ത് പോയി കയറി കൊടുത്തതാ. ഇവർക്ക് സംഗീതം ഹറാമാണെങ്കിൽ ഇവർ ആസ്വദിക്കണ്ട. അത് വേണ്ടവര് ചെയ്തോട്ടെ, അവരുടെ രാജ്യമല്ലേ. ഒയ്യോ, സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റോ, സംഗീതം ഹറാമല്ലേ? പിശാചിന്റെ ആസ്വാദനമല്ലേ? അള്ളാഹുവിന്റെ സിംഹാസനം ഇങ്ങനെ ആടി ഓലയത്തില്ലയോ? അത് വലിയ വിഷമം ഉണ്ടാക്കി ഹമാസ് കുണ്ടന്മാർക്ക്. അവന്മാർ ആയുധങ്ങളുമായി ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി. പാവപ്പെട്ട 1400 പേരെ കൊന്നു. തിരിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ ഇസ്രായേലും അങ്ങ് കൊന്നു. വല്ല കാര്യം ഉണ്ടായിരുന്നോ? 25 ലക്ഷത്തോളം പലസ്തീനികൾക്ക് അവരുടെ ആവാസ കേന്ദ്രങ്ങൾ നഷ്ടപ്പെട്ടു. അവരുടെ താമസ സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടു. ആര് കാരണം? അവരെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട
ഹമാസ് എന്ന ഭരണകൂടത്തിന്റെ കൃത്യവിലോപം കാരണം. 6-ാം നൂറ്റാണ്ടിന്റെ ഗ്രന്ഥം ഒരു കൈയിലും തള്ളിപ്പിടിച്ച് മറുകൈയിൽ ആയുധവുമേന്തി അവരുടെ നേരെ പോയപ്പോ അവർ നെഞ്ചിലേക്ക് നിറയൊഴിച്ചു, തലയെങ്ങ് ഓട്ടയിട്ടു. എന്തിനാ ചെന്ന് കയറി കൊടുത്തത്? അനുഭവിച്ചോ? വേറെ വഴിയൊന്നുമില്ല. ആ ചിപ്പ് ഇവരെ ഒരു ബീപ്പ് ശബ്ദം കേൾക്കുന്നു, ഇവരത് നോക്കുന്ന മാത്രയിൽ പൊട്ടിച്ചിതറിത്തെറിക്കുന്നു. അതുമാണോ? അതുമാത്രമാണോ ഇവിടുത്തെ വിഷയം? ആ ചിതറിക്കിടക്കുന്ന ഡെഡ് ബോഡികൾ, ആ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകൾ, ശേഷിക്കുന്ന മനുഷ്യ ജീവനുകൾ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി ആംബുലൻസുകളും സഹായ സന്നദ്ധ സംഘടനകളുമായി ഹിസ്ബുള്ള തീവ്രവാദികൾ എത്തി. ആഹാ, നിങ്ങളെ തുരങ്കങ്ങളിൽ നിന്നും പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഇസ്രായേൽ ഇത്രയും കഷ്ടപ്പെട്ടത്. ഉടനെ തന്നെ ആ വരുമങ്ങ് പൊട്ടിത്തെറിച്ചു, ആംബുലൻസ് നിന്ന് കത്തി. എന്ത് ചെയ്യാം? എന്തിനേറെ പറയുന്നു, അല്ലാഹു അക്ബർ എന്ന് വിളിക്കാനുള്ള സമയം പോലും ജൂതപ്പട കൊടുത്തില്ല എന്നുള്ളതാ. ഇരുമ്പ് ചട്ടിക്ക് ബെൽറ്റ് ഇട്ട് മുറുക്കിക്കോ എന്ന് പറയുന്നതിന് മുമ്പേ പൊട്ടിത്തെറിച്ചു. വന്ന സന്ദേശവും ഇങ്ങനെ തന്നെയാണ്. ഇരുമ്പ് നെക്കർ ബെൽറ്റ് ഇട്ട് ടൈറ്റ് ആക്കിക്കോ, ഹൂരികൾ വെയിറ്റിംഗിലാണ്. ഹൂന്ന് വായിച്ചതേ ഉള്ളൂ, അപ്പോഴേക്ക് പൊട്ടിത്തെറിച്ചു. ആദ്യം തെറിച്ചത് കല്യാണ സാധനം. അല്ലാഹ് പടച്ചോനത് തന്നതേ ഹൂരികളെ സുഖിപ്പിക്കാനാ. അതൊട്ട് നടന്നുമില്ല, പോയി. ഇവർക്ക് എന്ത് ബുദ്ധി ഇല്ലാത്തതാണോ? അതോ ഇവർ അഭിനയിക്കുന്നതാണോ? ശരീരം മുഴുവനും സ്ഫോടക വസ്തുക്കൾ വെച്ച് പൊട്ടിത്തെറിക്കുമ്പോൾ ഇവരുടെ സുന മാത്രം ഇരുമ്പ് നിക്കറിൽ പൊതിഞ്ഞു വെച്ചാൽ പൊട്ടിത്തെറിക്കില്ല എന്ന് ഇവര് അഭിനയിക്കുവാണോ? വിവരം കെട്ട വിവരദോഷികള്. ഇരുമ്പ് ജെട്ടിയിട്ടാൽ 72 ഹൂറികളെ കിട്ടുമെന്ന് മാത്രമല്ല ബിജു അബ്രഹാം, അവര് ഈ ഹൂറികൾ എത്ര കൊല്ലങ്ങളായി മുത്തിനകത്തും ചിപ്പിക്കകത്തുമൊക്കെ ഒട്ടിഞ്ഞു മടങ്ങിയിരിക്കുന്നു. അവര് പുറത്തു വരുമ്പോൾ അവർക്കും വേണ്ടേ ഒരു സുഖം? അവർക്കുമില്ലേ മോഹങ്ങൾ? ആ മോഹങ്ങളൊന്ന് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ബലാക്കൾ അങ്ങോട്ട് എഴുന്നള്ളുന്നത്. ആ സമയത്ത് ഈ സുനയും കൂടെ ഇല്ലെങ്കിൽ അവന്മാരവിടെ കയറ്റുവോ? അവന്മാർക്ക് പിന്നെ അവളുമാർക്ക് പിന്നെ ഇവന്മാരെ വേണ്ടി വരുവോ? ഒരു കാര്യവുമില്ലമ്മേ. സ്വർഗത്തിലെ സ്ത്രീകൾക്ക് അല്ലാഹു ഹൂറന്മാരെ കൊടുത്തെങ്കിൽ വല്ല കുഴപ്പമുണ്ടായിരുന്നോ? സാധാരണക്കാരനായ മനുഷ്യന്മാർക്കെങ്കിലും സമാധാനത്തോടു കൂടി ഇവിടെ ജീവിച്ചു പോകാമായിരുന്നു. അതും നടന്നില്ല. ഹിസ്ബുള്ളയുടെ ഭീകര കേന്ദ്രങ്ങളിൽ പേജർ പൊട്ടിത്തെറിയുണ്ടാക്കിയ സമാനതകളില്ലാത്ത ആക്രമണങ്ങളിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ലോകം, നടുങ്ങിയിരിക്കുകയാണ് ലോകം. അപ്രതീക്ഷിതമായ ഒരു ആക്രമണം. പണി കിട്ടിയത് ഹിസ്ബുള്ളയ്ക്കാണെങ്കിൽ കൊടുത്തത് മൊസാദ് കുഞ്ഞുങ്ങളാ. മനസ്സിലായ? ഇരുമ്പ് ജെട്ടിയിട്ട് നിങ്ങളുടെ കേന്ദ്രങ്ങൾക്കകത്ത് നിങ്ങളുടെ സുനയടക്കം പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ ആ സുനയ്ക്കകത്ത്, ആ ഇരുമ്പ് ജെട്ടിക്കകത്ത് സ്ഫോടക വസ്തുക്കൾ വയ്ക്കാൻ ശേഷിയുള്ളവരാണ് മൊസാദ് കുഞ്ഞുങ്ങൾ. ഇതുവരെ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലാണ് എന്ന് ഊഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പലരും ഊഹിച്ചു, പല മാധ്യമങ്ങളും അനുമാനങ്ങൾ പറഞ്ഞു. പക്ഷേ പിന്നിലുള്ള കരങ്ങൾ തങ്ങളുടേത് തന്നെയാണ് എന്ന് അടിവരയിട്ടുറപ്പിക്കുകയാണ് ഇസ്രായേൽ. യുദ്ധത്തിന്റെ പുതിയ ഘട്ടം ആരംഭിക്കുകയാണ് എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ഒന്നാലോചിച്ചു. ഇന്നലാക്കിലേക്ക് ഫെലിഷറ, ബുദ്ധിമാന് സൂചന മതി എന്നാണ്. ഇപ്പൊ ഇസ്രായേലാണ് ഇത് ചെയ്തതെന്നും ഇസ്രായേലാണ് പേജർ ആക്രമണവും വോക്കി ടോക്കി പൊട്ടിത്തെറിക്കലും ആംബുലൻസ് നിന്ന് കത്തലും ഇതെല്ലാം ചെയ്തത് മൊസാദാണെന്നും ഇസ്രായേലാണ് അതിന് പിന്നിലെന്നും ആരോപിക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് പ്രതികാരം ചെയ്യണമെന്ന് ലെബനൻ പറയുന്നു. ശരി, ഞങ്ങൾ തയ്യാറാണ്. ഇസ്രായേലിനെ യുദ്ധം ചെയ്ത് ഞങ്ങൾ തോൽപ്പിക്കും. റെഡിയാണ്, വന്നോളൂ. ഇസ്രായേൽ
ഇറാന്റെ പരമോന്നത നേതാവിന്റെ 2 കണ്ണും പോയി. അള്ളാഹ് കൊണ്ടുപോയി. അള്ളാഹ് തന്ന കണ്ണ് അള്ളാഹ് കൊണ്ടുപോയി. സർജറി ചെയ്ത് പ്ലാസ്റ്റിക് കണ്ണു വല്ലതും വെക്കുവോ? പ്ലാസ്റ്റിക് കണ്ണുണ്ടോ? കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്തെങ്കിലും ചെയ്യുവോ? അതൊക്കെ പാടുണ്ടോ? അല്ല, അവയവം നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ പാടില്ല, ഇങ്ങോട്ട് ആരുടേത് വേണമെങ്കിലും സ്വീകരിക്കാം. അത് നമ്മുടെ കാര്യം വരുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലെ? നമ്മുടെ കാര്യം വരുമ്പോൾ നമുക്ക് എന്ത് ഹറാമും ഹലാലും അല്ല. ഇത്രേ ഉള്ളൂ കാര്യം. ഇവിടെയുള്ള മുസ്ലിം പുരോഹിതരുടെയും കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. അപ്പോ നിങ്ങൾക്ക് ഞങ്ങളുമായി യുദ്ധം ചെയ്യണോ? ഇറാനും യുദ്ധം പ്രഖ്യാപിച്ചു, ലെബനനും യുദ്ധം പ്രഖ്യാപിച്ചു. 2 പേരുടെയും യുദ്ധ ചാലഞ്ചിനെ ഇസ്രായേൽ ഏറ്റെടുത്തു. അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഞങ്ങൾ തന്നെയാണ് ഇത് ചെയ്തത്, നിങ്ങൾ തിരിച്ച് പ്രതികാരം ചെയ്തു, ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. കൃത്യമായി ഇസ്രായേൽ പറഞ്ഞിരിക്കുകയാണത്. യുദ്ധത്തിന്റെ പുതിയ ഘട്ടം ആരംഭിക്കുകയാണ് എന്ന് പേജർ ആക്രമണത്തിലൂടെ ഇസ്രായേൽ വ്യക്തമാക്കി. രണ്ടാമത് വോക്കി ടോക്കി പൊട്ടിത്തെറിയിലൂടെയും ആംബുലൻസുകളുടെ തകർച്ചയിലൂടെയും അത് അരക്കിട്ട് ഉറപ്പിച്ചു. ഞങ്ങൾ റെഡിയാണടാ, വന്നോ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു 10 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു വീഡിയോയിൽ ഒഴിപ്പിച്ച ഇസ്രായേലികളെ അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരും എന്ന് പ്രതിജ്ഞയെടുത്തു. നിങ്ങൾക്ക് വേണ്ടി ഈ 10 സെക്കൻഡ് തന്നെ അധികമാണ്. ആ 10 സെക്കൻഡ് കൊണ്ട് പറയാനുള്ള കാര്യം അങ്ങ് പറഞ്ഞു വെച്ചു. ഹിസ്ബുള്ളക്കെതിരായ പോരാട്ടത്തിൽ ഇതുവരെ പ്രയോഗിച്ചിട്ടില്ലാത്ത നിരവധി ഉപകരണങ്ങൾ, നിരവധി യുദ്ധരീതികൾ, ഞങ്ങളുടെ കഴിവുകളും മികവുകളും ഇനി ഞങ്ങൾ പ്രയോഗിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ, അനുഭവിക്കാൻ നിങ്ങൾ കാത്തിരുന്നോളൂന്ന്. ഇത് പറഞ്ഞതാരാ? ഇസ്രായേലിന് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ സംവിധാനങ്ങളും സാമഗ്രികളും സാങ്കേതികതകളും ഉണ്ട്. അത് അനുഭവിക്കാൻ നിങ്ങൾ കാത്തിരുന്നോളാൻ IDFന്റെ മേധാവി ഹെർസി ഹലേവി പറഞ്ഞതാ. നമ്മളൊന്ന് ആക്രമിക്കാൻ തുടങ്ങിയാൽ, ഞങ്ങൾ പ്രതിരോധിക്കാൻ തുടങ്ങിയാൽ, ഞങ്ങൾ പ്രത്യാക്രമണത്തിന് ഇറങ്ങിയാൽ പിന്നെ നിങ്ങളില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ലണ്ടനിൽ ഉണ്ടായ സ്ഫോടന പരമ്പരകളെ കുറിച്ചിട്ടുള്ള ചർച്ചയിലൊക്കെ ഉയർന്നു വരുന്ന ഒരു പേരാണ് മൊസാദ്. ഇസ്രായേലിന്റെ സ്വന്തം ചാരസംഘടന 1949 ഇസ്രായേലിന്റെ മൊസാദ് പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്നു മുതൽ ഇന്നുവരെ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ സുരക്ഷ, ഇസ്രായേൽ എന്ന രാജ്യത്തെ ഓരോ പുൽക്കൊടിയെയും സംരക്ഷിച്ചു നിർത്തുന്നത്, ഇസ്രായേലിനെതിരെ ചൂണ്ടുന്ന കൈവിരലുകളുടെ വ്യക്തികളെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നത് ഈ ചാരസംഘടനയായ മൊസാദാണ്. മൊസാദിന്റെ ബുദ്ധിപൂർവമുള്ള, വിവേകത്തോടുകൂടിയുള്ള, അവസരോചിതമായ പദ്ധതികൾ ലോകരാജ്യങ്ങളെ പോലും അമ്പരപ്പിക്കുന്നതാണ്. ഏതൊരു രാജ്യത്തിനും ഫോളോ ചെയ്യാൻ പറ്റുന്ന ആകർഷകമായ പദ്ധതികളാണ് മൊസാദ് ആസൂത്രണം ചെയ്യാറുള്ളത്. ഈ ചാരസംഘടനയെ കുറിച്ചിട്ടുള്ള പുസ്തകങ്ങൾ പോലും ബെസ്റ്റ് സെല്ലറുകളിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. പല സിനിമകളും മൊസാദിന്റെ വീരകഥകളെ ആസ്പദമാക്കി പുറത്തു വന്നിട്ടുണ്ട്. മൊസാദിനെ ശ്രദ്ധേയമാക്കുന്നത് നിരവധി ഘടകങ്ങളാണ്. ഈ ചാരസംഘടനയുടെ 40% ജീവനക്കാരും വനിതകളാണ്. മൊസാദിന്റെ തലപ്പത്തുള്ള 24% സ്ത്രീകളാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ ചാരസംഘടനയിൽ അംഗമായിരുന്ന സിൽവിയ റാഫേൽ എന്ന സുന്ദരി മ്യൂണിക് ഒളിമ്പിക്സ് വേദിയിൽ ഇസ്രായേൽ അത്ലറ്റുകളെ വധിച്ചവരിൽ 3 പേരെ പിടികൂടി വധിച്ചത് ലോക രാജ്യങ്ങളെ അമ്പരപ്പിച്ചിരിക്കുന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. നോർവേ സർക്കാർ ഇവരെ പിടികൂടി. പക്ഷേ ഇസ്രായേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുകയും ഇസ്രായേലിന്റെ പ്രത്യാക്രമണത്തെ ഭയക്കുകയും ചെയ്ത് ഇസ്രായേലിന് അവരെ വിട്ടുകൊടുക്കേണ്ടി വന്നു.
മൊസാദിന്റെ ചാരസുന്ദരിമാർ ഇന്നും ഒരു അത്ഭുത പ്രതിഭാസമായിട്ടാണ് ലോകശക്തികൾ വിലയിരുത്തുന്നത്. ഏത് രാജ്യത്തും ഇവരെത്തും. ശത്രു രാജ്യങ്ങളിലെ ഉന്നത നേതാക്കളും സൈനിക മേധാവികളുമായിട്ടെല്ലാം ഇവർ തേൻകെണി ഒരുക്കി ചങ്ങാത്തം കൂടും. അങ്ങനെ അവിടുത്തെ രഹസ്യങ്ങളൊക്കെ ചോർത്തിയെടുക്കും, അവരുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കും. എന്നാൽ ഈ പ്രമുഖരോട് കിടക്ക പങ്കിടാൻ മൊസാദ് ഒരിക്കലും അനുവാദം നൽകാറില്ല. ലെബനനിൽ നടന്ന സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിൽ ചെന്നെത്തിയത് അതൊരു അതിസുന്ദരിയിലേക്കാണ്. ക്രിസ്ത്യാന ബാർസനി, RC ഡയക്കോനോ, ഒരു 40 വയസ്സുകാരിയാണ്. ലെബനനിലെ പേജർ പൊട്ടിത്തെറിച്ചത്, വോക്കി ടോക്കി പൊട്ടിത്തെറിച്ചത്, ആംബുലൻസ് നിന്ന് കത്തിയത്, അടിക്കടി ഉണ്ടായ സ്ഫോടന പരമ്പരകളൊക്കെ ക്രിസ്ത്യാന ബാർസനിയുടെ തലച്ചോറിൽ ഉരുത്തിരിഞ്ഞതാണ്. ലെബനനിലേക്ക് പേജറുകൾ എത്തിച്ചു എന്ന് പറയപ്പെടുന്ന ഹംഗറി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന BSc കൺസൾട്ടൻസി, ഈ സ്ഥാപനത്തിന്റെ CEO ആണ് ഈ 40-കാരിയായ ക്രിസ്ത്യാന. ഹിസ്ബുള്ള ഇതിനു വേണ്ടി കരാറ് നൽകിയ ഗോൾഡ് അപ്പോളോ എന്ന സ്ഥാപനമാണ് തങ്ങൾ ഈ ദൗത്യം BSc കൺസൾട്ടൻസിയെ ഏൽപ്പിച്ചതായിട്ട് അറിയിക്കുന്നത്. എന്നാൽ ഹംഗറിയിലെ ബുഡാപെസ്റ്റിലെ BScയുടെ ഓഫീസ് അന്വേഷിച്ചെത്തിയ മാധ്യമ പ്രവർത്തകർ കണ്ടത് അടഞ്ഞു കിടക്കുന്ന ചെറിയ ഒരു ഓഫീസാണ്. പക്ഷേ BScയുടെ CEO ആയ ക്രിസ്ത്യാന വിശദീകരിച്ചത് തങ്ങൾ ഇടനിലക്കാര് മാത്രമാണെന്നായിരുന്നു. വിശ്വസിപ്പിക്കണ്ടേ? അവിടെയാണ് എല്ലാ കാര്യങ്ങളുടെയും ദുരൂഹതകൾ തുടങ്ങുന്നത്. BSc എന്ന സ്ഥാപനം ലെബനനിലെ ഓപ്പറേഷനു വേണ്ടി മാത്രം രജിസ്റ്റർ ചെയ്ത സ്ഥാപനമാണോ? ഇതിന് പിന്നിൽ മൊസാദ് തന്നെയാണോ? ക്രിസ്ത്യാന മൊസാദിന്റെ ഏജന്റ് ആയിരുന്നോ? തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ഇന്ന് ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. ആരാണ് ക്രിസ്ത്യാന? ആളൊരു ചെറിയ മീനല്ല എന്ന് ലെബനൻ അറിയാം. വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് രേഖകൾ മനസ്സിലാക്കി തരുന്നത്. പ്രശസ്തമായ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്നാണ് ഇവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരിക്കുന്നത്. അന്താരാഷ്ട്ര വിഷയങ്ങളിലും പരിസ്ഥിതി സംബന്ധമായ കാര്യങ്ങളിലും ഇവർ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. ഇറ്റാലിയൻ ഭാഷയും റഷ്യൻ ഭാഷയും അടക്കം 7 ഭാഷകൾ ക്രിസ്ത്യാന അനായാസം കൈകാര്യം ചെയ്യും. ഇവർ ഫിസിക്സിൽ PhD കരസ്ഥമാക്കിയിട്ടുണ്ട്. BSc കമ്പനിയുടെ വെബ്സൈറ്റിലും ശാസ്ത്രജ്ഞ എന്നാണ് ക്രിസ്ത്യാനയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ പാരീസിലെ ഒരു സ്ഥാപനത്തിലും ഇവർ ജോലി ചെയ്തിട്ടുണ്ട്. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പറന്നു നടക്കുന്ന ഒരു വനിത എന്നാണ് ഇവരെ പലരും വിശേഷിപ്പിക്കുന്നത്. ക്രിസ്ത്യാന ഒരു മാസ്മരികതയാണ്. അവിടെയും കാണും ഇവിടെയും കാണും. കുമ്പിടിയാണോ? ലോകമെമ്പാടുമുള്ള മാധ്യമ പ്രവർത്തകർ ക്രിസ്ത്യാനോയുടെ പിന്നാലെയാണ്. പക്ഷേ ആർക്കും പിടികൊടുക്കാതെ ഇപ്പോഴും ക്രിസ്ത്യാനോ ഉണ്ട്. ക്രിസ്ത്യാനോയെ കണ്ട് ഇത്രയും വലിയ ഓപ്പറേഷൻ ചെയ്യിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ക്രിസ്ത്യാനോയെ കൃത്യമായി സേവ് ചെയ്യാനും മൊസാദിനറിയാം. മൊസാദ് ഒരിക്കലും ക്രിസ്ത്യാന എന്ന പെൺകുട്ടിയെ വിട്ടുകൊടുക്കില്ല. അവർക്കറിയാം ക്രിസ്ത്യാനോയുടെ തലച്ചോറിനിയും ഇവർക്ക് ആവശ്യമാണ്. പേജറുകൾ പൊട്ടിത്തെറിച്ചുണ്ടായ നെടുക്കത്തോടുകൂടി ലെബനൻ അലമാര തുറക്കാൻ പേടി, ഫ്രിഡ്ജ് ഓൺ ചെയ്യാൻ പേടി, മിക്സി കാണുമ്പോൾ പേടി, മൊബൈൽ ഫോൺ കാണുമ്പോൾ ഭയമോട് ഭയം. എന്തിനേറെ ബൾബുകൾ വരെ ഇവർ ഭയക്കുന്നു, ഇലക്ട്രിസിറ്റിയെ ഭയക്കുന്നു, കോളിംഗ് ബെല്ലിൻ്റെ രൂപത്തിൽ പൊട്ടിത്തെറി ഉണ്ടാകുമോ എന്ന് ഭയക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ പരിക്കേറ്റ ആശുപത്രിയിലാണ്. ഒരുപാട് പേര് മരിക്കുകയും ചെയ്തു. സാധാരണക്കാരും ആരോഗ്യ പ്രവർത്തകരും സൈനികരും ഭീകരരും ഉൾപ്പെടെ അനേകം ആളുകൾ. ചൊവ്വാഴ്ചത്തെ പേജർ ആക്രമണവും ബുധനാഴ്ചത്തെ വോക്കി ടോക്കി പൊട്ടിത്തെറിക്കലും എല്ലാം കൂടിയായപ്പോൾ പൂർണ്ണമായി. ലെബനനും ഹിസ്ബുള്ളയും ഒക്കെ ഇസ്രയേലും മൊസാദുമാണ് ഇതിന്റെ പിന്നിലെന്ന് പറയുമ്പോൾ ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ
എങ്ങനെയാണ് ഒരു കൃത്യം ചെയ്യേണ്ടത് എന്ന് കൃത്യമായി അറിയുന്ന ആളുകൾ തന്നെയാണ് മൊസാദിന്റെ ചാരസംഘടനയിലുള്ളത്. അവർക്കറിയാം ഈ ഓപ്പറേഷൻ എങ്ങനെ സക്സസ് ആക്കണമെന്ന്. തീവ്രവാദി ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ അംഗങ്ങൾ ഉപയോഗിച്ച വയർലെസ് ഉപകരണങ്ങൾ രാജ്യവ്യാപകമായി പൊട്ടിത്തെറിക്കുകയാണ്. ഒരേ സമയം 5000 ഓർഡർ ചെയ്ത് ഇവർ വരുത്തി പേജറുകൾ. അതിന് 3000 എണ്ണം പൊട്ടിത്തെറിച്ചു. ബാക്കി 2000 എണ്ണം എവിടെ കൊണ്ടുപോയി കുഴിവെട്ടി മൂടണമെന്ന് അറിയാതിരിക്കുവാണ് ലെബനൻ. ബാക്കി ശേഖരിച്ചുകൊണ്ടിരിക്കുക. 4000-ലധികം ആളുകൾ സ്പോട്ടിൽ തന്നെ ട്രീറ്റ്മെന്റ് തേടി. സ്ഫോടനങ്ങൾക്ക് മാസങ്ങൾ മുമ്പ് ലെബനൻ തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ 5000 തായ്വാൻ നിർമ്മിത പേജറുകൾ ഇസ്രായേൽ ചാര ഏജൻസിയായ മൊസാദ് ചെറിയ അളവിൽ വാങ്ങിച്ചുകൂട്ടി. അതിനകത്ത് സ്ഫോടക വസ്തുക്കൾ വെച്ചു. പിന്നീട് ലെബനൻ അത് കിട്ടുന്നത് ഇസ്രായേൽ മൊസാദിന്റെ കരങ്ങളിലൂടെയാണ്. തീവ്രവാദ ഗ്രൂപ്പ് മൊത്തം ഉപയോഗിക്കുന്നത് പേജറുകളാണ്. അവരുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവരുടെ കേന്ദ്രങ്ങളെ ചുട്ടുചാമ്പലാക്കാൻ കഴിഞ്ഞു സെക്കൻഡ് കൊണ്ട്. ഇറാന്റെ പിന്തുണയോടുകൂടിയാണ് ഹിസ്ബുള്ള പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇറാനും പേടിച്ചു ഭയന്നിരിക്കുക. മൊസാദ് ഉപകരണത്തിനുള്ളിൽ ഒരു ബോർഡ് കുത്തിവെച്ചിട്ടുണ്ട്. അതിൽ ഒരു കോഡ് ലഭിക്കുന്ന സ്ഫോടക വസ്തുക്കളുണ്ട്. ഏത് വിധേനയും ഇത് കണ്ടെത്തണം എന്നതാണ് ലെബനന്റെ ആവശ്യം. പക്ഷെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടുമില്ല. ഏത് ഉപകരണമോ സ്കാനർ ഉപയോഗിച്ചാൽ പോലും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. 3000 പേജറുകൾക്കാണ് അവർ കോഡ് സന്ദേശം അയച്ചപ്പോഴാണ് 3000 എണ്ണവും പൊട്ടിത്തെറിച്ചത്. ഒരേ സമയം 3 ഗ്രാം വരുന്ന സ്ഫോടക വസ്തുക്കൾ 3000 പേജറുകളിലും ഉൾപ്പെടുത്തി കോഡ് അപ്ഡേറ്റ് ചെയ്യാനും സ്ഫോടനം നടത്താനുമുള്ള ഗൂഢാലോചന മാസങ്ങളായി ഇവർ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. സ്കൈ ന്യൂസ് അറേബ്യയോട് സംസാരിച്ച സ്രോതസ്സുകളും ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേലി ചാര ഏജൻസി ഉപകരണങ്ങളുടെ ബാറ്ററികളിൽ അത്യധികം സ്ഫോടനാത്മകമായ പദാർത്ഥം സ്ഥാപിച്ചു. വളരെ ദൂരെ നിന്ന് തന്നെ ബാറ്ററികളുടെ താപനില ഉയർത്തി സ്ഫോടനം നടത്താൻ കഴിവുള്ള സംവിധാനം ഇസ്രായേല് ഫോളോ ചെയ്തു എന്ന് പറയുമ്പോൾ ഇസ്രായേല് ഇവരാരും ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള രാജ്യമല്ല. ഇസ്രായേല് തലച്ചോറ് കൊണ്ട് ചിന്തിക്കുകയും തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് നിയന്ത്രിക്കുകയും ചെയ്യുന്നവരാണ്. ഇവര് നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്നത് പോലെ അയ്യോ ഇനി യുദ്ധം ചെയ്യല്ലേ, ഞങ്ങൾക്ക് ഇനിയും യുദ്ധം വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നാലെ വരുമെന്ന് ചിന്തിക്കരുത്. ഇസ്രായേൽ ചെറുത്തുനിൽപ്പിന്റെ രാജ്യമാണ്. ആ രാജ്യം പിറവിയെടുത്ത ഉടനെ തന്നെ യുദ്ധത്തിനാണ് ഇറങ്ങിയത്. അതുകൊണ്ട് യുദ്ധ പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ പേജർ ആക്രമണമൊക്കെ വെറും ഒരു ചുള്ളിപ്പടക്കം പോലെയേ ഉള്ളൂ. ലെബനനിലെ ഹിസ്ബുള്ളയുടെ സകലമാന ശക്തി കേന്ദ്രങ്ങളിലും ഈ പേജറിലൂടെ സ്ഫോടക വസ്തുക്കളും എത്തിക്കാനും അതുവഴി പൊട്ടിത്തെറിപ്പിക്കാനും വോക്കി ടോക്കി സ്ഫോടനം നടത്താനും ഒക്കെ ഇസ്രായേലിനകത്തിരുന്നിട്ട് തന്നെ മൊസാദിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ മൊസാദ് ചില്ലറക്കാരല്ല. എത്ര വോക്കി ടോക്കികളാണ് പൊട്ടിത്തെറിച്ചത് എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. കിഴക്കൻ ലെബനനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ലാൻഡ് ലൈൻ ഫോണുകൾ പൊട്ടിത്തെറിച്ചു. കൈ കൊണ്ടു നടക്കാവുന്ന വയർലെസ് റേഡിയോ ഡിവൈസുകൾ പൊട്ടിത്തെറിച്ചു. 5 മാസം മുമ്പ് വാങ്ങിയ പേജറുകൾ അതേ സമയത്ത് തന്നെയാണ് ഹിസ്ബുള്ളയും വാങ്ങുന്നത്. എല്ലാം ഒരുമിച്ച് പൊട്ടിത്തെറിച്ചു. ബുധനാഴ്ച സ്ഫോടനങ്ങൾ തെക്കൻ ലെബനനിലും ബെയ്റൂട്ടിലെ പ്രാന്തപ്രദേശങ്ങളിലുമാണ് സംഭവിച്ചത്. സ്ഫോടനങ്ങളിൽ ഒന്ന് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ നടന്ന ശവസംസ്കാര ചടങ്ങിനിടയിലായിരുന്നു എന്നും റിപ്പോർട്ടുകൾ. ഇന്ന് ഞങ്ങൾ ഇസ്രായേലിന്റെ സൈനിക പോസ്റ്റുകൾ ലക്ഷ്യമാക്കി റോക്കറ്റുകൾ തൊടുത്തു വിട്ടു എന്ന് തിരിച്ചടിച്ചിട്ടുണ്ട് ഞങ്ങളെന്ന് ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള വ്യക്തമാക്കി. അതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധം വ്യാപകമാകുന്നു എന്ന ആശങ്ക ഉയരുന്നു. പേജറുകൾ പോലെ തന്നെ വോക്കി ടോക്കികളും ഒരേ സമയത്താണ് പൊട്ടിത്തെറിച്ചത് എന്ന് ഹിസ്ബുള്ള വക്താക്കൾ പറയുന്നു.
ലാൻഡ് ഫോണുകൾ അതിന്റെ പിന്നാലെ പൊട്ടിത്തെറിക്കുന്നു. ഈ ആക്രമണങ്ങൾക്ക് തിരിച്ചടിക്കാൻ ഞങ്ങൾ ശക്തരാണ് എന്ന് ലെബനൻ പറയുമ്പോൾ, ലെബനൻ തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതുവരേക്കും ഇസ്രായേൽ അതിനോട് പ്രതികരിച്ചിട്ടില്ല. നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയും ചെയ്യുവാണ്. യൂറോപ്പിലാണ് ഇത് നിർമ്മിച്ചത്. ഇതെങ്ങനെയാണ് മൊസാദിന്റെ കരങ്ങളിൽ എത്തിയത്? അവിടെ നിന്നാണോ സ്ഫോടക വസ്തുക്കൾ ഇതിനകത്തേക്ക് വെച്ചത്? അതോ മൊസാദ് ഏതെങ്കിലും ചാരന്മാരെ ഏർപ്പാട് ചെയ്തിട്ട് അവരെ കൊണ്ടാണോ വെപ്പിച്ചത്? സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കാത്തത് തന്നെ ഇവരെ സ്കെച്ച് ചെയ്യുമെന്ന് പേടിച്ചിട്ടാ. ഞങ്ങളെങ്ങാനും എവിടെയാണുള്ളത്, അതുപോലെ ഞങ്ങളുടെ രഹസ്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്നത് ഇതൊക്കെ എങ്ങാനും പിടിച്ചെടുക്കുമോ എന്ന് ഭയന്നാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ നമുക്ക് ആൻഡ്രോയിഡ് ഫോണുകൾ വേണ്ട എന്ന് തീരുമാനിക്കുകയും അത് കഴിഞ്ഞ് നമുക്ക് തൽക്കാലം പേജറുകൾ മതി, സന്ദേശം ഷോർട്ടായിട്ട് അങ്ങോട്ട് അറിയിക്കുക, ഇങ്ങോട്ട് ലഭിക്കുക, അത് മാത്രമേ ഉള്ളൂ ലക്ഷ്യം. അങ്ങനെയാണത് തീരുമാനിച്ചത്. ഒന്ന് ആലോചിക്കണം, ഈ നശീകരണ സ്വഭാവം തുടങ്ങിയത് ആരാ? ആരാ കൊലപാതകം തുടങ്ങിയത്? ആരാ യുദ്ധം തുടങ്ങി വെച്ചത്? ഇസ്രായേലിന്റെ കഴിവും മികവും യുദ്ധ നൈപുണ്യവും അറിഞ്ഞിട്ടു വേണ്ടിയിരുന്നില്ലേ കയറി ചൊറിയാൻ? ഇപ്പൊ ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ നെഞ്ചിലിടിച്ച് നിലവിളിക്കുകയും ഇരവാദം ഉന്നയിക്കുകയും ചെയ്തിട്ട് എന്താ കാര്യം? ഇത് തുടക്കമാണെന്നാ പറഞ്ഞേ. ഇസ്രായേല് വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ. ഇനിയാണ് അടി തുടങ്ങുന്നത് എന്നാ പറയുന്നത്. അതാണ് സത്യം പറഞ്ഞാല് ലെബനൻ ഈ വിഷയത്തിൽ ഇസ്രായേലിനോട് നന്ദി പറയുക ചെയ്യേണ്ടത്. ടെൻഷൻ ഇല്ലാതെ, പേടിയില്ലാതെ, ആകുലതകളില്ലാതെ അത്രയും കാക്കാമാര് ഹൂറികളുടെ അടുത്തേക്ക് എത്തിയില്ലേ? നിങ്ങൾ ഒരൊറ്റ വിഷയത്തിലെ ആകുലപ്പെടേണ്ടതുള്ളൂ. പേജ് റിപ്പോർട്ട് തെറിച്ചപ്പോൾ സുനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അതിന് മാത്രം നിങ്ങൾ ടെൻഷൻ അടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ ഉണ്ടാക്കിയ സുന ഒരിക്കൽ കൂടി ഉണ്ടാക്കാൻ പഠിച്ചുകൊണ്ട് പ്രയാസമുണ്ടോ? ഉണ്ടോ? ശ്രീകുമാർ, കിതാബ് ഉള്ളിടത്തോളം കാലം ഇതൊക്കെ അവസാനിക്കുമോ ടീച്ചർ? ഇല്ല, അവസാനിക്കില്ല. കിതാബ് മാത്രമല്ല, കാക്കമാര് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇവരിത് തന്നെ തുടങ്ങും. അത് മാത്രല്ല, സൈനുജാൻ മൊയ്തൂട്ടി, ഇസ്മായിൽ ഹനിയ ഇറാനിൽ വന്ന സമയത്ത് ഇറാൻ എത്രയോ അതിനിഗൂഢമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഹമാസ് നേതാവിനെ പാർപ്പിക്കാൻ തീരുമാനിച്ചത്. 3 സ്ഥലത്ത് പൊട്ടിത്തെറിച്ചു, ഒരു റൂമിനകത്ത് തന്നെ. മൊസാദ് എത്ര അടുത്താണ് ഇവരുടെ? മൊസാദ് ഒരാളെ അലക്കണമെന്ന് വിചാരിച്ചാൽ പിൻ ഡ്രോപ്പ് സൈലന്റിൽ അത് ചെയ്തിരിക്കും, സൂചി പോയിന്റിൽ അത് ചെയ്തിരിക്കും. ഇവര് സ്ഫോടക വസ്തുക്കൾ വെച്ച് ശരീരത്തിൽ പൊട്ടിത്തെറിക്കുമ്പോൾ ഇരുമ്പ് നിക്കറിടണമെന്ന് കണ്ടുപിടിച്ചവന്റെ തലയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവർക്കൊരല്പമെങ്കിലും തലച്ചോറുണ്ടോ പ്രവർത്തിക്കാൻ? ശരീരം മൊത്തം പൊട്ടിത്തെറിക്കുമ്പോൾ സ്ഫോടക വസ്തുവിന് സുനയെ കാണുമ്പോൾ പേടിയാ വണങ്ങി നിൽക്കും. അല്ല, നിനക്ക് ഒരുപാട് ദൗത്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, എന്നാ പിന്നെ നീ അവിടെ ദൗത്യം ചെയ്യും, ഞാനിവിടെ ബാക്കി ഭാഗങ്ങളൊക്കെ പൊട്ടിത്തെറിപ്പിച്ചോളാം. ഇവർക്ക് വെളിവില്ലേ? അതോ ഇവർ അഭിനയിക്കുവാണോ ഇവർക്ക് വെളിവില്ല എന്ന്, ഇവർക്ക് വിവരമില്ല എന്ന് തോന്നിപ്പോകുന്നതാണ് ചില സന്ദർഭങ്ങളിൽ. നന്ദി. ഇരുമ്പ് നിക്കറല്ല ടീച്ചർക്ക് ഉറപ്പുണ്ടോന്ന്? ഞാനല്ലല്ലോ അവർക്ക് ഇട്ടുകൊടുത്തേ. അള്ളാഹു ഇറക്കി കൊടുത്ത ഇരുമ്പ് വേസ്റ്റ് ആയിട്ടൊന്നും ഇല്ലെന്നേ. അതെ, വേസ്റ്റ് ആക്കാതെ എങ്ങനെ പ്രയോഗിക്കണമെന്ന് ഇസ്രായേലിനറിയാം. അടുത്ത അടി വരും.